ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലാണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം പല കാരണങ്ങളാൽ തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ ഒരാളാണ് ബാലരാമപുരം സ്വദേശികളായ ബാബുവിന്റെയും ശാന്തകുമാരിയുടെയും മകൻ BS ലിൻഡോ. പെട്ടെന്ന് ജോലി ലഭിക്കുമെന്ന വാഗ്ദാനം കേട്ടാണ് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങിയതെന്ന് ലിൻഡോ പറയുന്നു. ലിൻഡോയുടെ SSLC ബുക്കിൽ ഇപ്പോഴും ലത്തീൻ കാത്തലിക് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരൻ ഗസറ്റിൽ പരസ്യം ചെയ്ത് തിരികെ നാടാർ വിഭാഗത്തിലെത്തിയെന്നും താനും ജനിച്ച ജാതിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ലിൻഡോ ന്യൂസ് 8 വെളിപ്പെടുത്തി. ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചിലരെങ്കിലും ഇപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി തുറന്നു പറയാനും തയ്യാറാകുന്നുണ്ട്. പ്രധാനമായും യുവാക്കളാണ് അത്തരത്തിൽ മുന്നോട്ട് വരുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയായ ലിൻഡോ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണെന്ന് നമ്മളെ അറിയിക്കുകയുണ്ടായി. ലിൻഡോ, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ ഇങ്ങനെ ഈ ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയത്? ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് സംവരണം കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പള്ളിയിലോട്ട് പോവുകയും അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഇടയാവുകയും ചെയ്തത്. നിങ്ങളുടെ അമ്മയും മാതാപിതാക്കളൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഏത് വിശ്വാസത്തിലുള്ളവരാണ്? ഹിന്ദു വിശ്വാസികളാണ്. ഹിന്ദു വിശ്വാസം പറയുമ്പോൾ ജന്മനാല അവർ ഹിന്ദുക്കളാണ്. പാരമ്പര്യമായിട്ട് ഹിന്ദു നാടാറാണ്. നാടാർ വിഭാഗത്തിൽ ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ ഇപ്പോഴും ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. അവർ ഹിന്ദുക്കളായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ മതം എല്ലാവരും ഇങ്ങനെ മാറിയായിരുന്നു? മതം അല്ലെങ്കിൽ ജാതി ഇങ്ങനെ മാറിയായിരുന്നു? എൻ്റെ രണ്ടാമത്തെ സഹോദരൻ മാറിയായിരുന്നു. പിന്നെ അതുകൊണ്ടൊരു ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇപ്പം മാറി ഹിന്ദു നാടാർ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റോട്ട് ഗസറ്റിൽ കൊടുത്ത് ചേഞ്ച് ചെയ്തായിരുന്നു. ലിൻഡോ ഏത് വർഷമാണ് ഇത് മാറിയത്? ഞാൻ SSLC കഴിഞ്ഞ് നിന്ന സമയത്താണ് ഇതേപോലെ പള്ളിയിൽ നിന്ന് വന്ന് പറയുകയും അവിടെ ചേർക്കുകയും സർട്ടിഫിക്കറ്റിൽ ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ എന്ന് എഴുതിയാൽ മാത്രമേ സംവരണം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചേഞ്ച് ആവുകയും ചെയ്തത്. പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്ന് പറയുകയായിരുന്നു ചെയ്തത്. പൈസ വല്ലതും നമ്മൾ ചിലവുണ്ടായിരുന്നു? നമുക്ക് മാസവരി കുടുംബവരി എന്നുള്ള രീതിയിൽ അവർ രജിസ്റ്ററിൽ അംഗത്വം ചേർക്കുകയും അതിന് മാസവരി കുടുംബവരി എന്നുള്ള രീതിയിൽ അവിടെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നേരം പൈസ വല്ലതും? ബിഷപ്പ് ഹൗസിൽ അന്ന് എത്ര അടച്ചെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്ന് അവിടെ നമ്മളൊരു ചെറിയൊരു തുക അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ താങ്കൾ ഇത് തിരിച്ച് പറയാൻ തയ്യാറാകുന്നത്? നാടാർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ പോകാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ ഐഡൻറ്റിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ലാറ്റിൻ കാത്തലിക് എന്നുള്ളൊരു മുക്കൂർ ഐഡൻറ്റിറ്റിയിലാണ് എൻ്റെ ഇതിരിക്കുന്നത്, സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അത് തുറന്നു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നമ്മൾ സ്വയം ജനിച്ച ജാതിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം. നിങ്ങളുടെ ബന്ധുക്കളിലൊക്കെ എല്ലാവരും ഇപ്പോഴും എങ്ങനെയാണ്? എല്ലാവരും തന്നെ ഇങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുണ്ടോ? എൻ്റെ ബാക്കി ബന്ധുക്കളെല്ലാവരും ഹിന്ദു നാടാർ തന്നെയാണ് എല്ലാവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. അതിൽ ഒരു വേറിട്ടൊരു സർട്ടിഫിക്കറ്റായി മാറിയപ്പോൾ എൻ്റെത് ലാറ്റിൻ കാത്തലിക് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിലോട്ട് മാറി. ഒത്തിരി പേര് ഇങ്ങനെ മാറുന്നുണ്ട് നിങ്ങളുടെ പ്രദേശത്തൊക്കെ? നിരവധി പേര് മാറുന്നുണ്ട്. അത് ലാറ്റിൻ കാത്തലിക്കിൽ LC വിഭാഗത്തിൽ തന്നെ ഇപ്പം SIUC CSIയിൽ നിന്നുള്ള ആൾക്കാരടക്കം ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങോട്ട് മാറുന്നതായിട്ട് അറിവിലുണ്ട്. ഭരണഘടനാപരമായി മതം മാറ്റം നമുക്ക് അനുവദനീയമാണ്. ഒരാൾക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ ഒരാൾ ജനിച്ചു വളർന്ന സമുദായം, ജാതി അത് മാറ്റാൻ കഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളിലും മറ്റും പെട്ട് ഇങ്ങനെ മാറേണ്ടി വന്ന ലിൻഡോയെ പോലെ ചിലരെങ്കിലും ഇപ്പോൾ യഥാർത്ഥ വസ്തുത തുറന്നു പറയുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ C വിനോദിനൊപ്പം പ്രദീപ് C നിർമ്മൺ, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട വാർത്ത. തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായി ഇപ്പോഴും അനുഭവിക്കുന്ന സമൂഹം കൂടിയാണ് കേരളം. അതിനിടയിൽ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളല്ല നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടവർക്ക് അത് നിഷേധിക്കപ്പെടുന്നു. അർഹതയില്ലാത്തവർ വളഞ്ഞ വഴികളിലൂടെ അത് നേടിയെടുക്കുന്നു. അതിന് ഒത്താശ ചെയ്യുന്നത് ആരാണ് എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ്. പ്രദീപ് C നെടുമൺ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പ്രദീപ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. പ്രദീപ്, ജോലി തട്ടിപ്പ് എന്ന പരമ നഗ്നമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അങ്ങനെ ഒരു ജോലി തട്ടിപ്പ് നിരന്തരം നടക്കുന്നു, വർഷങ്ങളായി നടക്കുന്നു. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം വളരെ കൃത്യമായിട്ട് നടക്കുന്നു. 1. 2, സംവരണ ആനുകൂല്യങ്ങൾ തെറ്റായ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നേടിയെടുക്കുന്നു. മൂന്നാമത്തേത്, ഇതിന് ഒത്താശ ചെയ്യുന്നവരിൽ സഭകളുടെ വേണ്ടപ്പെട്ടവരും അധികൃതരും ഒക്കെ ഉണ്ട് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. നാലാമത്തേത്, കേരളം ചിന്തിക്കേണ്ടത് ഈ ആനുകൂല്യം ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത്. ആദ്യം ഇതിന്റെ നിയമ ലംഘനം എന്ന് പറയുന്ന ഒരു വലിയ വശമുണ്ട്. അത് കണ്ണ് തുറന്ന് അധികൃതരും സർക്കാരും കാണേണ്ട കാര്യമാണ്. അതുണ്ടാകുന്നില്ല എന്നാണോ? 2009 മുതൽ വ്യക്തമായിട്ടുള്ള പരാതി ഇതിനകത്തുണ്ട് എന്ന് പ്രദീപ് തന്നെ ഈ സ്റ്റോറിയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ 2009 നിന്ന് 2025 വരെയുള്ള സമയത്തിൽ എത്ര
ജാതിമാറ്റം നടന്നിട്ടുണ്ടാവും, എത്ര വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും എന്നുള്ള കണക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും പ്രധാനപ്പെട്ട ക്രിമിനൽ കുറ്റം തന്നെ ഇതിനകത്ത് വ്യക്തമാകുന്നു. ഏത് തരത്തിലാണ് പ്രതിഭ ഇങ്ങനൊരു വാർത്തയിലേക്ക് എത്തിയത്? കാലങ്ങളായി നടക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് പലവിധ കാരണങ്ങളാൽ പലരും മൂടി വയ്ക്കുകയായിരുന്നു, ബന്ധപ്പെട്ട ആളുകൾ മൂടി വയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു വരാതിരുന്നത്. 1947 മുമ്പ് ലത്തീൻ സഭാ വിശ്വാസം പുലർത്തിയിരുന്നവർ, അങ്ങനെയുള്ളവരുടെ പിന്മുറക്കാർക്ക് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നതിൽ തടസ്സമില്ല. അങ്ങനൊരു നിയമം നിലവിൽ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ അതിലേക്കുള്ള വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുകയാണ് വ്യാപകമായി ചെയ്യുന്നത്. കാരണം വളരെ സാങ്കേതികമായ കാര്യങ്ങളാണ് ഇതിൽ പലതും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ബോധ്യം ഇത്തരം കാര്യങ്ങളിൽ ഇല്ല. പലപ്പോഴും റവന്യൂ അധികൃതർ പോലും ഇത്തരം കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു. അവരോട് സഹായമില്ലാതെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാനും കഴിയില്ല. നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് പ്രധാനമായും ഇത് മുമ്പ് തിരുവനന്തപുരം രൂപത വിഭജിച്ചാണ് പിന്നെ നെയ്യാറ്റിൻകര രൂപത മാറിയത്. ലത്തീൻ കത്തോലിക്കരിൽ മുമ്പ് തന്നെ കുറച്ച് പേർ നാടാർ വിഭാഗത്തിൽ ഉള്ളവരും ഉണ്ട്. അതുപോലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ, തിരുവനന്തപുരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ, കമ്മൂങ്കോട് പോലുള്ള ചില ഭാഗങ്ങളിൽ വളരെ കുറച്ച് ഈഴവ കുടുംബങ്ങളിലും മറ്റും ഉള്ളവർ അവർ മുമ്പ് തന്നെ ലത്തീൻ പള്ളികളിൽ പോയിരുന്നു. അതൊക്കെ ഏതാണ്ട് 90 വർഷത്തോളം ആയി അവരങ്ങനെ പോയ വളരെ ചുരുക്കം ചില കുടുംബങ്ങളുണ്ട്. അതിൻ്റെ മറ പിടിച്ചാണ് ഇപ്പോൾ അവരെല്ലാം തന്നെ, ആ ജാതികളെല്ലാം തന്നെ ഞങ്ങളുടെ ഉപജാതിയാണ് എന്നൊരു അവകാശം ലത്തീൻ സഭ ഉന്നയിക്കുന്നുണ്ട്. മുമ്പ് കേന്ദ്ര സർക്കാരും മറ്റും OBC ലിസ്റ്റിൽ ഇറക്കിയ ചില ഇതിൽ നമ്മളത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ലത്തീൻ വിഭാഗത്തിൽ നാടാർ എന്ന പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉൾപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, ഹിന്ദു നാടാർമാർക്കും ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇപ്പോൾ പ്രത്യേകം സംവരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് മാറിയാൽ അവർക്ക് വേണമെങ്കിൽ മതം മാറ്റം നടത്താൻ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഏത് മതവിശ്വാസവും സ്വീകരിക്കാം. അത് പക്ഷേ മറ്റ് പ്രീണനങ്ങൾക്ക് വഴങ്ങിയാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾ മാറിയാൽ അവർ സ്വാഭാവികമായും ക്രിസ്ത്യൻ വിശ്വാസിയായി മാറുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അവരെ ലത്തീൻ വിശ്വാസം, അത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു സഭ മാത്രമാണ് നമുക്കറിയാം ലത്തീൻ വിഭാഗം. ആ ലത്തീൻ വിഭാഗത്തിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അവർ 4% സംവരണാനുകൂല്യം ഈ മാറുന്നവർക്കും ലഭിക്കുന്നു. അതിൻ്റെ നഷ്ടം ഇപ്പോൾ സഹിക്കേണ്ടി വരുന്നത്. അതിൻ്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളിത്ത് ജീവിക്കുന്ന ആളുകൾ, മുക്കുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത്തരക്കാർക്ക് ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. മുമ്പൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ലത്തീൻ കത്തോലിക്ക മുക്കുവ എന്ന് രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇത്തരം ഉത്തരവുകൾക്ക് ശേഷം അത് ഉണ്ടായിരുന്നില്ല. 2009 നെയ്യാറ്റിൻകര രൂപത ആദ്യമായി ഇത്തരത്തിലുള്ള സർക്കുലർ, ഒരു ബുള്ളറ്റിനിൽ അവർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിലും മറ്റും ലത്തീൻ കത്തോലിക്ക എന്ന് തന്നെ ജാതിയുടെ കോളത്തിൽ ചേർക്കണം, എങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം വ്യാപകമായി അപ്പോൾ ആ പ്രദേശത്തൊക്കെയുള്ള നെടുമങ്ങാടും നെയ്യാറ്റിൻകര താലൂക്കുകളൊക്കെയാണ് പ്രധാനമായും നെയ്യാറ്റിൻകര രൂപതയുടെ കീഴിൽ വരുന്നത്. അല്ലാതെ കടൽത്തീരമുള്ള പ്രദേശങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മറ്റ് പ്രദേശങ്ങളിലുള്ളവർ അവർ വ്യാപകമായി അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിനുശേഷം 2010 സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അച്ചടി ഡയറക്ടറാണ് പെടുത്തിയത്. കാരണം വളരെ വ്യാപകമായ ആളുകൾ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നു, തങ്ങൾ ഇങ്ങനെ നാടാർ വിഭാഗത്തിൽ നിന്നും മറ്റും ലത്തീൻ കത്തോലിക്ക